മിനിറ്റ് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ആശുപത്രി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആശുപത്രിയിലെ ഡോക്ടർമാർ, ജീവനക്കാർ, ആശുപത്രി ഭരണസമിതി, അതാണ് ഈ ആശുപത്രിയുടെ ഈ യന്ത്രത്തിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത്. കൂടെ നാട്ടുകാരും രോഗികളും. അതിൽ ഈ ആശുപത്രി സംവിധാനത്തിൻ്റെ മുഖ്യ സ്ഥാനങ്ങളിൽ ഇരുന്ന് ഇതിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള സാരഥികളാണ് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളത്. ഇന്ന് കാലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സെമിനാർ നടന്നു. ഉച്ചയ്ക്ക് ഇതിൻ്റെ വാർഷികത്തിൻ്റെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പി.കെ. ശ്രീമതി ടീച്ചർ നിർവഹിച്ചു. ഇനി ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും ഭരണസമിതി അംഗങ്ങളുമെല്ലാം അവരുടെ സന്തോഷവും ആഹ്ലാദവും ഈ വാർഷികത്തിൻ്റെ ഭാഗമായി തങ്ങളാൽ കഴിയുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരർത്ഥത്തിൽ മധുരകരമായിട്ടുള്ളൊരു കലാവിരുന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പാടാൻ പറ്റുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം പാടുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു നാടകം ഇവിടെയുള്ള ജീവനക്കാരെല്ലാം കൂടി ഒരുക്കി അത് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കേരളീയ കലകൾ മാത്രമല്ല, ഉത്തരേന്ത്യൻ കലാരൂപങ്ങളെല്ലാം ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടും. വളരെ മനോഹരമായ നിലയിലും ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നിലയിലുമുള്ള പരിപാടികളാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരർത്ഥത്തിലുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരെല്ലാം നിങ്ങൾക്കറിയാം. എന്നാലും ഇവിടെ ഇരിക്കുന്നവരുടെ പേര് പറയുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഈ ആശുപത്രിയിൽ ആദ്യം മുതലെയുള്ള ഡോക്ടർ മുഹമ്മദ് ഷമീർ ഇവിടെ മുൻനിരയിൽ തന്നെയുണ്ട്. ഡോക്ടർ പ്രീതി, നമുക്കറിയാം, അവർ കണ്ണ് വിഭാഗത്തിൽ ആശുപത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ചുമതല നിർവഹിക്കുന്ന ഡോക്ടറാണ്. അവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഡോക്ടർ വി വിശ്വം, അദ്ദേഹം ഇൻഫെർട്ടിലിറ്റി വിഭാഗത്തിൽ, ഗൈനക്കോളജി വിഭാഗത്തിൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ഡോക്ടറാണ്. ഡോക്ടർ പത്മനാഭൻ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ENT ഡോക്ടറാണ്. അതിമധുരമായിട്ട് അദ്ദേഹം പാടും. അദ്ദേഹം ഒരുങ്ങി തന്നെയാണ് വന്നിട്ടുള്ളത്. ഡോക്ടർ പുഷ്പാങ്കരൻ, നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഈ ആശുപത്രിയിലെ കണ്ണ് വിഭാഗത്തിൻ്റെ തലവനാണ്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ ആശുപത്രിയുടെ അഭിവാജ്യ ഭാഗമാണ്. ഡോക്ടർ ദാമോദരൻ, ദീർഘകാലത്തെ സർക്കാർ സർവീസിന് ശേഷം പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ഇതിൻ്റെ ഈ മെഡിക്കൽ ടീമിൻ്റെ ഒരർത്ഥത്തിലുള്ള സീനിയർ ലീഡറാണ് ദാമോദരൻ ഡോക്ടർ. ഡോക്ടർ ശ്യാംകുമാർ, ഈ ആശുപത്രിക്ക് അവസാനം കിട്ടിയിട്ടുള്ള പ്രതിഭാശാലിയായിട്ടുള്ള ഡോക്ടർമാരുടെ കൂട്ടത്തിൽ നല്ല പ്രതിഭയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർ മനോജ്, നമുക്കറിയാം, അദ്ദേഹം കുട്ടികളുടെ വിഭാഗത്തിലെ സഹകരണ ആശുപത്രിയിലെ അതിൻ്റെ മുഖ്യ ചുമതലക്കാരനാണ്. നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. ഡോക്ടർ രാകേഷ്, അദ്ദേഹം സർജറി വിഭാഗത്തിലെ ഏറ്റവും പുതിയ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിന് സേവനസന്നദ്ധമായ നിലയിൽ ഈ ആശുപത്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ രാകേഷ്. ഡോക്ടർ വിജയ്, നമ്മുടെ നാട്ടുകാരനാണ്. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനാണ്. ഡോക്ടർ ജയകൃഷ്ണൻ, അദ്ദേഹം നല്ല രൂപത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. സാധാരണ ഈ വേഷത്തിലൊന്നും അദ്ദേഹത്തെ കാണില്ല. അദ്ദേഹം അനസ്തേഷ്യ വിഭാഗത്തിൽ അതിൻ്റെ മുഖ്യ ചുമതലക്കാരനാണ്. വർഷങ്ങളായിട്ട് സഹകരണ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്ത് വരികയാണ്. നമ്മുടെ ഈ മലബാറിലെ തന്നെ ഓർത്തോ വിഭാഗത്തിൽ ഒരർത്ഥത്തിൽ ഏറ്റവും സീനിയറായിട്ട് ഡോക്ടർമാരുടെ ഒരാളാണ് ഡോക്ടർ ജയദേവൻ. ആശുപത്രിയുടെ അഭിമാനമായിട്ടുള്ള അദ്ദേഹം ഇവിടെയുണ്ട്. പിന്നെ ഒരർത്ഥത്തിൽ ഈ ആശുപത്രിയുടെ ഈ ഡോക്ടർമാരുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്
ഗവൺമെൻറ് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം പയ്യന്നൂർ ആശുപത്രിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായി ഇതിൻ്റെ മെഡിക്കൽ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനകീയ ഡോക്ടറായിട്ട് അംഗീകാരം നേടിയിട്ടുള്ള ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ, ഈ ആശുപത്രിയുടെ അഭിമാനമാണ് അദ്ദേഹം. ഇവിടെ ഈ ആശുപത്രിയുടെ മറ്റെല്ലാ വിഭാഗത്തെയും നിയന്ത്രിച്ചുകൊണ്ട് അതിന് ചുമതല നിർവഹിക്കുന്ന നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീമതി കമലാക്ഷി, അവരും ദീർഘകാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഞാൻ ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിലെ ചീഫ് എക്സിക്യൂട്ടീവ് സി ഉണ്ണികൃഷ്ണൻ ഇവിടെയുണ്ട്, PRO രാധാകൃഷ്ണനുണ്ട്, ജീവനക്കാരുടെ പ്രതിനിധികളുണ്ട്, ഭരണസമിതി അംഗങ്ങളുണ്ട്. അവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഔപചാരികമായ നിലയിൽ അവരെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ജീവനക്കാരും ഡോക്ടർമാരും എല്ലാവരും ചേർന്നിട്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവരും ചേർന്ന് ഈ രംഗദീപം കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും സന്തോഷത്തോടു കൂടിയിട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ മനസ്സും ഈ വേദിയിലുണ്ടാവണം. ഈ പരിപാടി ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് മാറിത്തീരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓതിക്കൊണ്ട് ഈ ഉദ്ഘാടനത്തിന് ഈ മുഴുവൻ ആളുകളെയും സന്തോഷത്തോടു കൂടി, ഏറെ പ്രതിഭകളുള്ളവരാണ് ഇവരെല്ലാവരും, അവരെല്ലാം സന്തോഷത്തോടു കൂടിയിട്ട് ക്ഷണിക്കുന്നു.